വിശുദ്ധ റമളാനിൻ്റെ അനുഗ്രഹീതമായ രണ്ടാം രാവിലേക്ക് ഏവർക്കും സ്വാഗതം. നാഥനായ തമ്പുരാൻ ഈ വിശുദ്ധ മാസത്തിനെയും ഇതിൻ്റെ അഅ്മാലുകളെയും ഇതിൻ്റെ കർമ്മങ്ങളെയും നമ്മിൽ നിന്നും പരിപൂർണമായും സ്വീകരിക്കട്ടെ. അതിൻ്റെ കുറവുകളും പോരായ്മകളും വിട്ടുവീഴ്ച ചെയ്ത് പരിപൂർണമായും സ്വീകരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ, അതിൻ്റെ മാഹാത്മ്യം, വിശുദ്ധ ഖുർആൻ എന്ന വിശ്വമാനവികതയുടെ വേദഗ്രന്ഥത്തിൻ്റെ അവതീർണമാണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നാം പരാമർശിക്കുകയുണ്ടായി. ആ ഖുർആൻ അവതരണം കൊണ്ട് ധന്യമായ മാസത്തിൽ സന്നിഹിതനാകുന്ന ഒരാൾ ഫൽ യസും, അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്ർ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണമാണ് വിശുദ്ധ റമളാനിൻ്റെ മാഹാത്മ്യം. ആ മാസത്തിൽ സന്നിഹിതരാകുന്നവരാരോ ഫൽ യസുംഹു, അവർ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ, വ്രതം എടുത്തുകൊള്ളട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആരോടാണ് ഈ കൽപ്പന? മഹാരഥന്മാരായ കർമ്മശാസ്ത്ര വിശാരദന്മാർ തിരിച്ചറിവും ബുദ്ധിയും കഴിവും ഓർമ്മയും സാമർഥ്യവും പ്രായപൂർത്തിയും പക്വതയുമുള്ള എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാരോടും നിർബന്ധമായ ബാധ്യതയാണ് വിശുദ്ധ റമളാനിൻ്റെ വ്രതം എന്ന് പഠിപ്പിക്കുന്നു. അതിൽ നിന്നും ഒഴിവാകുവാൻ അനുമതി നൽകപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? താൽക്കാലികമായോ പൂർണ്ണമായോ? വളരെ കുറഞ്ഞ വിരളം വരുന്ന ആളുകൾ മാത്രമേ അപ്രകാരം ഉള്ളൂ എന്ന് സാരം. അവരാരൊക്കെയാണ്? നമ്മൾ ഇന്നത്തെ സമൂഹം ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തരും നോമ്പ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ സുബ്ഹാനല്ലാഹ്, വളരെ വേദനയോടുകൂടി അല്ലാതെ കേട്ട് നിൽക്കാനാവുകയില്ല. സ്വന്തം ഭർത്താവിന് അന്നമൊരുക്കി കൊടുക്കുന്ന ഭാര്യ എന്തായെന്ന് ചോദിച്ചാൽ ജോലിക്ക് പോവുകയാണ്. എന്ത് ജോലി? ചുമടെടുക്കാനും വലിയ ഭാരിച്ച ജോലികൾ പോലും ചെയ്യാൻ കഴിയുന്ന ആരോഗ്യമുള്ള ആൾ. അദ്ദേഹം റമളാനിൽ നോമ്പ് ഒഴിവാക്കിക്കൊണ്ട് ജോലിക്ക് പോകാനും മാത്രം ദാരിദ്ര്യമോ പ്രയാസമോ കുടുംബത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. പിന്നെ എന്തിനാണ് നോമ്പ് ഒഴിവാക്കിക്കൊണ്ടും ഇത്രയും ഭാരിച്ച ജോലിയിലേക്ക് പോകുന്നത്? കുറെ കൂടി ആഡംബരമോ ആർഭാടമോ ആയ ജീവിതത്തിന് വേണ്ട പണം സമ്പാദിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്, പടച്ചവൻ്റെ കോടതിയിൽ വലിയ വിചാരണയ്ക്കാണ് അവർ വിധേയരാകേണ്ടി വരിക. അള്ളാഹു കാക്കട്ടെ. അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടൊരു മനുഷ്യൻ റമളാനിലെ വ്രതം ഒഴിവാക്കപ്പെടേണ്ടി വരുന്നു എന്ന സാഹചര്യം വരുമ്പോൾ അവൻ അതിനേക്കാളും പ്രാധാന്യം പണം സമ്പാദനത്തിനും മറ്റും കൊടുക്കുമ്പോൾ അതിൻ്റെ പേരിലാണ് അവൻ ആ വ്രതം ഒഴിവാക്കുന്നത് എങ്കിൽ കുറ്റക്കാരൻ അവൻ തന്നെയാണ്. അവൻ സ്വന്തം അതിനെ നേരിടേണ്ടി വരുന്നവനുമാണ്. ന്യായമായ കാരണങ്ങളും ന്യായമായ അവകാശങ്ങളും ന്യായമായ ബലഹീനതകളുമുള്ള ആളുകൾക്ക് വ്രതം ഒഴിവാക്കുന്നതിന് ഇസ്ലാം തടസ്സമല്ല, പരിശുദ്ധ ദീൻ അനുമതി നൽകിയിട്ടുണ്ട്. അവർ ആരൊക്കെയാണ് എന്ന കാര്യം പ്രാരംഭ ദിശയിലേ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് ഫലമുണ്ടാവില്ല. വിശുദ്ധ റമളാനും അതിൻ്റെ മഹാത്മ്യവും ഒന്നാമത്തെ പത്തും രണ്ടാമത്തെ പത്തും മൂന്നാമത്തെ പത്തും ഈ ദിവസങ്ങളെക്കുറിച്ചും ഈ ദിവസത്തിലെ ആരാധനാകർമ്മങ്ങളും പ്രത്യേകതകളും ഒക്കെ നമ്മൾ പറഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പരിശുദ്ധ റമളാനിലെ വ്രതം നിർബന്ധമായതാര് ആദ്യം താൽക്കാലികമായി ഒഴിവാക്കുന്നു, പിന്നീട് പിടിച്ചു വീട്ടുവാനോ അല്ലെങ്കിൽ പിടിച്ചു വിടുന്നതിലും ഇളവ് നൽകപ്പെടുകയോ ഒക്കെ ചെയ്ത ആളുകൾ ആര് എന്ന ചർച്ചകളൊക്കെ വരുന്നതെങ്കിൽ ഫലമില്ലാതെ പോവുകയാണ്. അതുപോലെ നോമ്പ് ബാത്തിലായി പോകുന്ന നിഷ്ഫലമായി പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഒരു നോമ്പ് പൂർത്തിയാക്കി രണ്ടാമത്തെ രാവിലേക്ക് പ്രവേശിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തുടക്കത്തിലേ തന്നെ നോമ്പ് ഒഴിവാക്കാൻ ഇസ്ലാം അനുമതി നൽകിയവരാരൊക്കെയാണ്, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ബാത്തിലാകും എന്ന കാര്യം നാം മനസ്സിലാക്കിയാൽ ഈ റമളാൻ പരിപൂർണമായും ഫലവത്താക്കുവാൻ കഴിയും. നാഥനായ തമ്പുരാൻ അതിനുള്ള അനുഗ്രഹം തരട്ടെ, സൗഭാഗ്യം തരട്ടെ, വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. റമളാൻ വിജയിക്കുന്ന സജ്ജനങ്ങളുടെ ഭാഗമായി അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ.
ഇൻഷാ അല്ലാഹ് അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുക. മഹാരഥന്മാരായ ഫുഖഹാക്കൾ വിശുദ്ധ റമദാനിൻ്റെ വ്രതം ഒഴിവാക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ആകെ ഇപ്രകാരം സംഗ്രഹിച്ചതായിട്ട് നമുക്ക് വായിക്കാം. 5, 6, 7 വിഭാഗം ആളുകൾ മാത്രമാണ് അതിൽപ്പെടുക. ഒന്നാമത്തേത് അൽ മരീൽ, രോഗി, ന്യായമായ അങ്ങേയറ്റം ബലഹീനത അനുഭവിക്കുന്ന ഒരു രോഗി. 2 അൽ മുസാഫിർ, യാത്രക്കാരൻ. ഏകദേശം ഇവർ രണ്ടുപേരുടെയും വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒരുപോലെയാണ്. രോഗിയാണെങ്കിലും യാത്രക്കാരനാണെങ്കിലും വ അലൈഹിമുൽ ഖലാഉ ഫഖത്ത്, രണ്ടുപേരും ആ നോമ്പിനെ ഖലാ വീട്ടിയിരിക്കണം. പിന്നീട് രോഗത്തിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ, യാത്രക്കാരൻ യാത്രയിൽ നിന്നും മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഈ നോമ്പിനെ പഴയതുപോലെ പിടിച്ചു വീട്ടിയേക്കണം. ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ. റമളാൻ അല്ലാത്ത ദിവസങ്ങളിൽ ഈ ദിവസത്തിന് തുല്യമായ അളവിലുള്ള നോമ്പ് അവൻ പിടിച്ചു വീട്ടിയിരിക്കണം. എത്ര നോമ്പ് ഒഴിവാക്കിയോ അത്രയും നോമ്പ് റമളാൻ കഴിഞ്ഞാലുടൻ എത്രയും വേഗവും പിടിച്ചു വിട്ടിയേക്കണം. അതിനുള്ള അവസരമുണ്ടായി, സൗകര്യമുണ്ടായി. റമളാൻ കഴിഞ്ഞു എന്നിട്ടും പിടിച്ചു വീടാതെ വെച്ച് നീട്ടിക്കൊണ്ടുപോയി എങ്ങാനും മരണപ്പെട്ടു പോയാൽ അവൻ മനഃപൂർവ്വം ഖലാ ആക്കിയവനെ പോലെയാണ് എന്ന് ഫുഖഹാ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ഗൗരവം നാം ഓർമ്മിക്കാനും മനസ്സിലാക്കാനും വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി ഒന്നുകൂടെ അതിനെ വിവരിച്ചു പറയാം. വ അമ്മൽ മരീലു, രോഗി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ പറയുന്ന എല്ലാ രോഗികളും അപ്രകാര രോഗികളുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടാൻ പറ്റുന്നവരാണോ? ചെറിയൊരു പല്ലുവേദന വന്നാൽ, ഒരു തലവേദന വന്നാൽ, ഒരല്പം വിഷമം ഉണ്ടായാൽ അപ്പോൾ തന്നെ നോമ്പോ നമസ്കാരമോ നന്മയായ കാര്യങ്ങളോ പറഞ്ഞാൽ ഞാൻ രോഗി. പണവും സൗഭാഗ്യങ്ങളും ദുനിയാവിൻ്റെ സുഖങ്ങളും ആഡംബരങ്ങളും യാത്രകളും ഉല്ലാസങ്ങളുമാണ് മുമ്പിലെത്തുന്നതെങ്കിൽ ആ രോഗം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് അതിലേക്ക് പോകാനുള്ള ത്വരയും തനിക്കുണ്ട്. അപ്പോൾ രോഗം അത്രയും വലിയ ഇഷ്യൂ ഉള്ള ഒരു രോഗമാണോ എന്നുള്ള കാര്യം അതാദ്യം വിലയിരുത്തിയതിന് ശേഷം മാത്രമേ രോഗിയുടെ ഇളവിൻ്റെ കാര്യം വിലയിരുത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഫുഖഹാ പഠിപ്പിച്ചു വ അമ്മൽ മരീലു മർലൻ ലാ യുർജാ ശിഫാഉഹു. രോഗി എന്ന് പറഞ്ഞാൽ പരിഗണിക്കപ്പെടുന്ന രോഗി ആരാണ്? അവൻ്റെ രോഗത്തിന് ശാന്തി പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത അവസ്ഥയിലായി. രോഗശാന്തിക്കിന് സാധ്യതയില്ല. ആരാ തീരുമാനിക്കേണ്ടത്? ആരാണത് പഠിപ്പിക്കേണ്ടത്, പരിചയപ്പെടുത്തേണ്ടത്? നല്ല വിദഗ്ധനായ, വിശ്വസ്തനായ, അഗ്രഗണ്യനായ ഒരു ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ രോഗത്തിന് ശമനമുണ്ടാവുകയില്ല, ഇതേപോലെ നിങ്ങളുടെ മരണം വരെയും ഇങ്ങനെ തന്നെ കഴിയും എന്ന് പറയുകയാണ്. അത്രയും അവശനാണ്. ആ അവശതയിൽ നിന്നും ഒരു മടക്കം ഉണ്ടാവില്ല എന്നൊരു ഡോക്ടർ സ്ഥിരീകരിച്ച് പറയുകയും ചെയ്യുകയാണ്. ഇവൻ രോഗിയാണ്, ഈ ഇളവ് അനുവദിച്ച് കിട്ടുന്ന ഒരു രോഗിയാണ്. അതുകൊണ്ട് തന്നെ ആ രോഗിക്ക് ആ നോമ്പ് അവൻ ഒഴിവാക്കുകയും പകരം ഫ അലൈഹിൽ ഇത്ആമു അൻ കുല്ലി യൗമിൻ മിസ്കീന, ഓരോ ദിവസവും അവൻ ഒഴിവാക്കുന്ന നോമ്പിന് പകരമായി അതിന് പ്രായശ്ചിത്തമായി ദരിദ്രനായ മിസ്കീനായ ഒരു മനുഷ്യന് ഭക്ഷണം നൽകണം, അവനെ ഭക്ഷിപ്പിക്കണം, ആഹാരം കൊടുക്കണം. ഇത് ഒഴിവാക്കിയ നോമ്പിൻ്റെ പ്രായശ്ചിത്തമാണ്. അപ്പോൾ ഒന്നാമത്തെ ആൾ, നമ്മുടെ സമൂഹത്തിൽ നോമ്പൊഴിവാക്കുന്ന ആളുകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒന്നാമത്തെ ആൾ ആരാണ്? രോഗി. ആ രോഗി ആരാ തീരുമാനിക്കുക? ഒരു വിദഗ്ധനും വിശ്വസ്തനും നല്ല അഗ്രഗണ്യനുമായൊരു ഡോക്ടർ പറയുന്നു ഇയാൾ രോഗിയാണ്, ഇദ്ദേഹത്തിന് നോമ്പനുഷ്ഠിക്കാൻ പറ്റത്തില്ല, ഇദ്ദേഹത്തിൻ്റെ രോഗത്തിന് ശാന്തി പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ ആ പ്രകാരമുള്ള നോമ്പിൻ്റെ ഒഴിവാക്കൽ അനുവദിക്കപ്പെട്ട രോഗിയുടെ ഗണത്തിൽ പരിഗണിക്കപ്പെടും. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികളായ ആളുകൾ നിരാശയോടെ കഴിയുകയാണ്. ഈമാനിൻ്റെ ഉടമകളാണ് എങ്കിൽ അവർക്ക് വേദനയാണ്, അവർ ദുഃഖത്തിലാണ്. പടച്ചവനെ, എൻ്റെ രോഗം ഈ റമളാനും എനിക്ക് നഷ്ടമാക്കുകയാണല്ലോ. നോമ്പില്ലാതെ റമളാനില്ലാതെ വ്രതമില്ലാതെ ഇങ്ങനെ കഴിഞ്ഞു പോകേണ്ട വരുന്ന ഈ റമളാനിൻ്റെ അവസ്ഥ പടച്ചവനെ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു അത്തരക്കാരായ രോഗികൾക്ക് പരിപൂർണമായ ശമനം കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. നാളെ പരലോകത്തുന്നതമായ ദറജകളിൽ അവൻ്റെ അമ്പിയ ഔലിയാക്കളോടൊപ്പം അള്ളാഹു എത്തിച്ച് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു വിഭാഗം ആളുകളുടെ കാര്യം കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത് അൽ മുസാഫിറു, യാത്രക്കാരൻ. ആരാണ്?
നോമ്പൊഴിവാക്കാൻ അനുമതി നൽകപ്പെട്ടിട്ടുള്ള യാത്രക്കാരൻ? രണ്ട് കാര്യങ്ങളാണ്. ഒന്നൊരു നിശ്ചിത ദൂരപരിധി, കുറേ യാത്ര ചെയ്ത് പോയി മാത്രം എത്താൻ കഴിയുന്ന ഒരു ദൂരപരിധിയിലേക്ക് ഒരു വിശ്വാസിക്ക് തൻ്റെ അനുവദനീയമായ ഹലാലായ ഒരു ആവശ്യത്തിൻ്റെ പൂർത്തീകരണം, ഒന്നുകിൽ വ്യക്തി ജീവിതം, അല്ലെങ്കിൽ കുടുംബജീവിതം, അതുമല്ലെങ്കിൽ ഉപജീവനം, അതുമല്ലെങ്കിൽ തൊഴിൽ മേഖല, ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളിന് ഒരുപാട് ദൂരം യാത്ര ചെയ്തു പോയി, ഏറെ റിസ്കോടുകൂടി ഒരുപാട് പ്രയാസം സഹിച്ചുകൊണ്ട് പോയി വരേണ്ട ഒരു യാത്രയാണ്. ആ യാത്ര അവന് ഒരുപാട് ത്യാഗമാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നോമ്പ് അവന് കൂടുതൽ ദുഷ്കരമാണ് എങ്കിൽ അവൻ ആ നോമ്പ് ഒഴിവാക്കാം. യാത്രക്കാരൻ ഒഴിവാക്കിയേ പറ്റൂ എന്നില്ല, ചോയ്സാണ് അവന്. രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒഴിവാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞേക്കുക, അപ്പോൾ അവൻ നിർബന്ധിതനാണ്. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അവന് പിടിക്കണമെങ്കിൽ പിടിക്കാം, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ആർക്ക്? അനുവദനീയമായൊരു യാത്രക്കാരൻ, അവന് വേണമെങ്കിൽ ഒഴിവാക്കാം, അവൻ്റെ ചോയ്സ്. ഏതായിരുന്നാലും അപ്രകാരം നോമ്പ് ഒഴിവാക്കാൻ അനുമതി നൽകപ്പെടുന്നത് ആർക്കാണ്? എപ്രകാരമുള്ള യാത്രക്കാരനാണ്? അള്ളാഹു അനുവദിച്ച ഹലാലായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിശ്ചിത ദൂരപരിധി താണ്ടിക്കടന്ന് യാത്ര ചെയ്ത് ഒരുപാട് പ്രയാസപ്പെട്ട് മാത്രം മടങ്ങിയെത്താൻ കഴിയുന്ന യാത്രക്കാരൻ, അവന് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. ഇവർ രണ്ടുപേരും, നേരത്തെ പറഞ്ഞ രോഗി, രോഗശാന്തി പ്രതീക്ഷിക്കാവുന്ന രോഗി, അതുപോലെ യാത്രക്കാരൻ, ഇവർ രണ്ടുപേരും നോമ്പ് പിന്നീട് ഖളാ വീട്ടിയിരിക്കണം. എന്നാൽ രോഗശാന്തി പ്രതീക്ഷിക്കാത്ത രോഗിയോ, അയാൾ നോമ്പ് പിടിച്ചു വീട്ടിയിരിക്കൽ നിർബന്ധമില്ല. പകരം അദ്ദേഹം ദരിദ്രരായ മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്താൽ മതി. മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് മൂന്നാമത്തെ വിഭാഗം ആള് അൽ ഹായിദു, ആർത്തവക്കാരിയായ മാസമുറക്കാരിയായ സ്ത്രീകളെ കുറിച്ചാണ് പറയാം. ഇനി പറയുന്ന ഈ 4ഉം 5ഉം വിഭാഗം ആളുകൾ, 3ഉം 4 വിഭാഗം ആളുകൾ പുരുഷന്മാരിൽ ഇല്ല. മൂന്നാമത്തത് മാസമുറക്കാരിയായ ഒരു സ്ത്രീ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാസത്തിലെ നിശ്ചിത ദിവസം പ്രകൃതിയുടെ തീരുമാനം, പ്രകൃതിയുടെ നിയമമനുസരിച്ചിട്ട് ശാരീരിക ഘടനയുടെ ഒരു പ്രത്യേക പ്രതിഭാസമാണ് ആർത്തവവും മെൻസസുമെല്ലാം. അപ്പോൾ അത് അശുദ്ധിയുടെ കാലമായി ഇസ്ലാം എണ്ണുന്നു. അക്കാലഘട്ടത്തിൽ നമസ്കാരാദി കാര്യങ്ങൾ, വ്രതാനുഷ്ഠാനം, ഹജ്ജ് കർമ്മം, ഉംറ കർമ്മം, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം തുടങ്ങി ഇസ്ലാം പഠിപ്പിക്കുന്ന നിർബന്ധമായ കർമ്മങ്ങൾ ഒക്കെയും അവൾ ചെയ്യേണ്ടതില്ല. അവൾക്ക് റെസ്റ്റാണ്. കൂടുതൽ റെസ്റ്റ് ആവശ്യമുള്ളൊരു സമയം കൂടിയാണ് ആർത്തവത്തിൻ്റെ കാലം. സഹോദരിമാർ ഒരുപാട് മാനസിക സംഘർഷവും ശാരീരികമായ അസ്വസ്ഥതകളും അനുഭവിക്കുന്നൊരു സമയം കൂടിയാണ്. ആ സമയത്ത് ഒരുപാട് എക്സ്ക്യൂസ് അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടാകുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുടുംബ കലഹങ്ങളുടെ വിഷയങ്ങളിൽ പോലും ഈ സമയങ്ങളിലൊക്കെ കുറേ എക്സ്ക്യൂസ് നൽകപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർത്തവത്തിൻ്റെ മെൻസസിൻ്റെ പീരീഡ് സമയങ്ങളിൽ, ആ സമയങ്ങളിൽ വ്രതാനുഷ്ഠാനം അവർക്ക് ഒഴിവാക്കൽ അനുവദനീയമാണ്. ഇനി 4ാമത്തെ വിഭാഗം വന്നുഫസാഉ, പ്രസവിച്ച് കിടക്കുന്ന പ്രസവക്കാരിയായ പെൺകുട്ടി, സ്ത്രീ. അലൈഹിമൽ ഖളാഉ, അവർ രണ്ടുപേരും, ആർത്തവക്കാരിയാണെങ്കിലും പ്രസവക്കാരിയാണെങ്കിലും ഇവർ രണ്ടുപേരും ഇതിൽ നിന്നും ശുദ്ധരായി മോചിതരായി ജീവിതത്തിൻ്റെ ട്രാക്കിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഉടൻ ഇവർ റമദാൻ മാസത്തിലായി ഇവർക്ക് ഒഴിവാക്കേണ്ടി വന്ന നോമ്പിനെ തീർച്ചയായും പരിപൂർണമായും അവർ ഖളാ വീട്ടിയിരിക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ അമാനുഷികമാണ്, അത് അത്ഭുതമാണ്, അതൊരു വലിയ സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള സംവിധാനമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റമദാൻ 90% വരുന്ന ആളുകൾക്കും പോകും. കാരണം ഒരു മാസം പൂർണ്ണമാണ് വിശുദ്ധ റമദാൻ. ഒരു മാസത്തിൽ ഏതെങ്കിലും നിശ്ചിത ദിവസങ്ങളിൽ ആരോഗ്യവതിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ ഈ പ്രതിഭാസത്തിന് അവൾ വിധേയമാകും. അപ്പോൾ അവൾക്ക് നിശ്ചിത നോമ്പ് നഷ്ടപ്പെടുകയാണ്. ആ നഷ്ടപ്പെടുന്ന നോമ്പിനെ അവൾക്ക് പിടിച്ചുവിട്ടാൻ ഒരവസരം അള്ളാഹു കൊടുത്തു. ആ കൊടുത്ത അവസരം എല്ലാവരോടും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ അവസരം അവൾക്ക് എത്രയും വേഗം പിടിച്ചുവിടാനുള്ളൊരു അവസരമായി അള്ളാഹു കൊടുത്ത സമയമേത്? ഇൻഷാ അല്ലാഹ് നമ്മൾ ഭാവിയിൽ ഇതിൻ്റെ അവസാന സമയത്തെ ക്ലാസ്സുകളിലായി ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യും. ഏതായിരുന്നാലും ശരി, ഇപ്രകാരം നോമ്പ് ഒഴിവാക്കാൻ ഇസ്ലാം അനുമതി നൽകിയിട്ടുള്ള വളരെ വിരളം വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ
ആർത്തവക്കാരിയും പ്രസവക്കാരിയുമുണ്ട്. ഇവർ രണ്ടുപേരും ആ നോമ്പിനെ പിന്നീട് പിടിച്ചു വീട്ടണം. മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം. കുന്നാ നുഉമറു ബിഖളാഇസ് സൗം. പരിശുദ്ധ റമളാനിൻ്റെ വ്രതാനുഷ്ഠാനം നഷ്ടമായി പോയാൽ അത് പിടിച്ചു വീട്ടണം എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഭാഗത്തു നിന്നും നാം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വലാ നുഉമറു ബിഖളാഇസ് സ്വലാ, നമസ്കാരം ഇതുപോലെ ഖളാ വീട്ടണം എന്ന കാര്യം ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എങ്കിലത് പ്രയാസമായി പോകും. ഒരു ദിവസം 5 വഖ്ത് നമസ്കാരം, ശരാശരി 7 ദിവസം ഈ പ്രകൃതി പ്രതിഭാസത്തിന് വിധേയമാകുന്ന ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം 7 5 35 35 40 വഖ്ത് നമസ്കാരമാണ് അവൾക്ക് നഷ്ടമാവുക. അത്രയും നമസ്കാരം ഈ സമയം കഴിഞ്ഞ് ഖളാ വീട്ടുക എന്ന് പറഞ്ഞാൽ ഏറെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ അത് നടക്കില്ല. അള്ളാഹുവിൻ്റെ റസൂൽ മനുഷ്യനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ കൽപ്പിക്കുവാൻ പഠിപ്പിച്ച മതത്തിൻ്റെ ആളല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹു കഴിയാത്ത കാര്യങ്ങൾ മനുഷ്യനോട് നിർബന്ധിക്കുന്നില്ല. അതാണ് പരിശുദ്ധ ദീനിൻ്റെ സിസ്റ്റം. ആയിഷ റളിയല്ലാഹു തആല അൻഹ അരുൾ ചെയ്ത തിരുവചനം, കുന്നാ നുഉമറു ബിഖളാഇസ് സൗം, പരിശുദ്ധ റമളാനിൻ്റെ വ്രതം പിടിച്ചു വീട്ടുവാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു. വലാ നുഉമറു ബിഖളാഇസ് സ്വലാ, നമസ്കാരം ഖളാ വീട്ടുന്ന വിഷയത്തിൽ ഞങ്ങളോട് നിർബന്ധമായ ഒരു കൽപ്പന വന്നില്ല. അപ്പോൾ നമ്മുടെ സംസാരം 4 വിഭാഗം ആളുകളെക്കുറിച്ച് പരിചയപ്പെടുത്തി. നോമ്പൊഴിവാക്കുവാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ള ആളുകൾ: 1 രോഗി, 2 യാത്രക്കാരൻ, 3 ആർത്തവക്കാരിയായ സ്ത്രീ, 4 പ്രസവക്കാരിയായ സ്ത്രീ. ഈ 4 വിഭാഗം ആളുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി 5ാമത്തെ വിഭാഗം ആള് അശ്ശൈഖു വശ്ശൈഖത്തുൽ കബീറാൻ അല്ലദാനി ലാ യുതീഖാനി സൗം. വിശുദ്ധ റമളാനിൻ്റെ നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയാത്തത്രയും അവശതയിലേക്കെത്തിയ, ആരോഗ്യപരമായി വീക്കായിപ്പോയ വൃദ്ധജനങ്ങളെക്കുറിച്ചാണ് പറയാം. അപ്പോൾ ഇതിൽ യുവാക്കളും ആരോഗ്യമുള്ള ആളുകളും മുഴുവനും ഒഴിവായി വൃദ്ധജനങ്ങൾ മാത്രമേ ഇനി വരുന്നുള്ളൂ. ഈ 2 വിഭാഗം ആളുകൾ, വൃദ്ധരാവട്ടെ വൃദ്ധകളാകട്ടെ, 2 വിഭാഗം ആളുകളും വഅലൈഹിമൽ ഇത്ആമു അൻ കുല്ലി യൗമിൻ മിസ്കീന. ഇവർക്ക് നോമ്പ് ഖളാ വീട്ടാൻ പറ്റൂല. കാരണം വാർദ്ധക്യം മരണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള സാധ്യതകളാണ് കണ്ടുകൊണ്ടിരിക്കുക. ആ നിലയിലുള്ള ആള് വാർദ്ധക്യത്തിലും കൂടിയാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഖളാഇന് പോലും പ്രതീക്ഷയില്ല. അപ്പോൾ അവർക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അവർ ഒഴിവാക്കുന്ന നോമ്പിന് തുല്യമായി പാവങ്ങളായ മനുഷ്യർക്ക്, ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ കഴിയുക. അപ്രകാരം ചെയ്യുക. ഇനി എങ്ങാനും അല്ലാഹു ഒരു ആരോഗ്യം മടക്കി കൊടുത്താൽ അയാൾ ഖളാ വീട്ടണം. അപ്പോൾ ഏത് ഗണത്തിൽപ്പെടും? രോഗികളുടെ ഗണത്തിന് തുല്യമായൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടും. കാരണം വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ നിന്നും മോചനം പ്രതീക്ഷിച്ചില്ല. എന്നാൽ മോചനമുണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ഖളാ വീട്ടുകയും വേണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരത്തിലുള്ള അവശതകളിൽപ്പെട്ട് കഴിയുന്ന, കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെ പിതാക്കന്മാർ, സഹോദരങ്ങൾ, വാർദ്ധക്യത്തിൻ്റെ വിഷമതകൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ജീവിക്കുന്ന കാലം പരിപൂർണമായിട്ടും നോമ്പ് പരിപൂർണമായി നിർവഹിച്ചുകൊണ്ട് ജീവിച്ച് പടച്ചവനിലേക്ക് അടുക്കാനുള്ള തൗഫീക്ക് നാഥനായ തമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നാം പറഞ്ഞു രോഗി, 2ാമത് യാത്രക്കാരൻ, 3ാമത് ആർത്തവക്കാരി, 4 പ്രസവക്കാരി, 5 വൃദ്ധൻ, 6 വൃദ്ധ. ഇനി 7ാമത്തെ വിഭാഗം ആള് അൽ ഹാമിലു, 8 അൽ മുർളിയു, ഗർഭവതിയായ സ്ത്രീയും കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന സ്ത്രീകളും. ഇവർ 2 പേരാണ് ഇനി അടുത്തതായിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 8 വിഭാഗം ആളുകളാണ്, 8 ആളുകൾക്കാണ് ഇസ്ലാം വ്രതാനുഷ്ഠാനം റമളാനിൽ ഒഴിവാക്കുവാൻ, ചിലർക്ക് താൽക്കാലികമായി, ചിലർക്ക് ഫിദിയ കൊടുത്തുകൊണ്ട് അതിൽ നിന്നും എന്നേക്കുമായി ഒഴിവാകുവാൻ അള്ളാഹു അനുമതി കൊടുത്ത ആളുകൾ. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ. വിശുദ്ധ ഖുർആൻ മറ്റ് ദിവസങ്ങൾ പിടിച്ചുവിട്ടുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇതിൽ ഒഴിവാക്കാൻ അനുമതി നൽകപ്പെട്ട ആളുകളിൽപ്പെട്ടതാണ് അൽ ഹാമിലു, ഗർഭവതിയായ സ്ത്രീ. ഇതാ ഖാഫത അല നഫ്സൈഹിമ, ഈ ഗർഭവതിയായ സ്ത്രീയും പ്രസവവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന സ്ത്രീയും ഇവർ 2 പേരും ഭയപ്പെടുന്നത് അവരവരുടെ സ്വശരീരവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടാണ്. ഈ കാലയളവിൽ ഞങ്ങൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗർഭവതിയായ സ്ത്രീ ഭയക്കുന്നു, എനിക്കെന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നമുണ്ടാകും. പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീയാണെങ്കിൽ
ഞാൻ പ്രസവിച്ച് ബലഹീനയാണ്, ഈ സാഹചര്യത്തിൽ ഞാൻ നോമ്പനുഷ്ഠിച്ചാൽ ഇത് എനിക്കെന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായ പ്രത്യാഘാതമുണ്ടാക്കും എന്നവൾ ചിന്തിക്കുകയാണ്. ആരാണതിന് പ്രചോദനമാകുന്നത്? നല്ല വിശ്വസ്തനായ വിദഗ്ധനായ ഒരു ഡോക്ടറുടെ അഭിപ്രായം കൂടിയുണ്ട്. അതെ, ഇപ്രകാരം സംഭവിച്ചാൽ അതിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള അഭിപ്രായം കൂടി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ അവൾക്ക് സ്വന്തം ശരീരത്തിനെയാണ് ഭയപ്പെടുന്നതെങ്കിൽ അവൾ ഖലാ വീട്ടണം. വ അലൈഹിമൽ ഖലാ ഫഖത്ത്. ഇവർ രണ്ടുപേരും നോമ്പ് കഴിഞ്ഞാൽ എത്രയും വേഗം അവർ ആ നോമ്പിനെ പിടിച്ചു വീട്ടാൻ ശ്രമിച്ചാൽ മതിയാകും. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ അനിവാര്യമായൊരു സംഗതിയാണ്. വ അമ്മാ ഇദാ ഖാഫത അലാ വലദൈഹിമാ ഫഖത്ത്. എന്നാൽ ഇവർ രണ്ടുപേർക്കുമുള്ള ഭയം തങ്ങളുടെ ശരീരത്തിനെ കുറിച്ചല്ല. ഗർഭവതിയായ സ്ത്രീയാകട്ടെ, പ്രസവവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന സ്ത്രീയാകട്ടെ, ഗർഭവതിയായ സ്ത്രീ തൻ്റെ ഉദരത്തിൽ കഴിയുന്ന കുഞ്ഞിന് താൻ നോമ്പനുഷ്ഠിച്ചാൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നമുണ്ടാകും. തനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിനെന്തെങ്കിലും പറ്റും. ഇതുപോലെ തന്നെ പാലൂട്ടുന്ന സ്ത്രീ, അവളും തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും. താൻ നോമ്പനുഷ്ഠിച്ചാൽ പാലൂട്ടൽ കൃത്യമാകാതെ വരും, അങ്ങനെ വന്നാൽ എന്തെങ്കിലും സംഭവിക്കും എന്ന ധാരണയാണ് അവൾക്കുള്ളത്. മറിച്ച് അവളുടെ ശാരീരികമായിട്ട് യാതൊരു പ്രതിസന്ധിയും അവൾ കാണുന്നുമില്ല എങ്കിൽ ഫ അലൈഹിമൽ ഖലാഉ വല്ലിത്ആമു. ഇവർ രണ്ടുപേർക്കും ഖലാ ഉണ്ട്, എന്നാൽ ഖലാ മാത്രം പോരാ. നേരത്തെ നമ്മൾ പറഞ്ഞത് സ്വന്തം ശരീരത്തിൻ്റെ മേലാണ് അവരുടെ ഭയപ്പാട് എങ്കിൽ അവർക്ക് ഖലാ ഉണ്ട്, ഖലാ അവർ വീട്ടിയിരിക്കണം. എന്നാൽ ഇവർക്ക് തൻ്റെ ശരീരമല്ല മറ്റൊരു ശരീരം, അതായത് തൻ്റെ കുഞ്ഞിൻ്റെ ശരീരമാണ് ഭയപ്പാട് എങ്കിൽ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ഭയത്തിൻ്റെ പേരിൽ മാത്രമാണ് നോമ്പ് ഒഴിവാക്കേണ്ടി വരുന്നത് എങ്കിൽ അവൾ ഈ നോമ്പിനെ പിന്നീട് പിടിച്ചുവിട്ടുന്നതിന് പുറമേ ഒഴിവാക്കപ്പെടുന്ന ഓരോ ദിവസവും നിശ്ചിത ഭക്ഷണം നിശ്ചിത ദരിദ്രരായ ആളുകൾക്ക് നൽകി ഈ നോമ്പിൻ്റെ പ്രായശ്ചിത്തം അയാൾ പൂർത്തിയാക്കണം. ഇതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. ഈ രൂപത്തിലൂടെ പരിശുദ്ധ റമദാനിൻ്റെ വ്രതാനുഷ്ഠാനം ഒഴിവാക്കാൻ അനുമതി നൽകപ്പെട്ട ആളുകൾ നാം പറഞ്ഞതിൻ്റെ ആകെ ചുരുക്കം 8 വിഭാഗം ആളുകൾ മാത്രമേ ഉള്ളൂ. 1 രോഗി, 2 യാത്രക്കാരൻ, 3 ആർത്തവക്കാരി, 4 പ്രസവക്കാരി, 5 വൃദ്ധൻ, 6 വൃദ്ധജനങ്ങൾ, 7 ഗർഭവതിയായ സ്ത്രീ, 8 പാലൂട്ടുന്ന സ്ത്രീകൾ. ഇവരല്ലാത്ത മറ്റൊരു വിഭാഗത്തിനും ഈ ഇളവ് നൽകപ്പെട്ടിട്ടില്ല എന്ന് സാരം. കാരുണ്യവാനായ പടച്ചതമ്പുരാൻ ഈ വിശുദ്ധ റമദാനിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു നോമ്പ് പോലും പാഴാക്കാതെ പരിപൂർണമായും ഫലവത്താക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഇനി അടുത്തത് ഇൻഷാ അള്ളാഹ്, ഈ നോമ്പ് നാം രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയിരിക്കുന്നു. നോമ്പിൻ്റെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു, എന്നാൽ നിഷ്ഫലമായി പോകുന്നു, നാം അറിയുന്നില്ല. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നോമ്പ് നിഷ്ഫലമായി പോവുക? അത്ര തേച്ചാൽ നോമ്പ് മുറിയുമോ? സംസാരിച്ചാൽ നോമ്പ് മുറിയുമോ? ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നോമ്പ് മുറിയുമോ? ചോദിക്കുന്ന ആളുകളുണ്ട്. ഇൻഷാ അള്ളാഹ്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നോമ്പ് മുറിയും എന്ന് കേട്ടുകഴിഞ്ഞാൽ അതല്ലാത്തതൊക്കെ നോമ്പിനെ ബാധിക്കുന്നതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാം. ഇൻഷാ അള്ളാഹ്, നാളെ 3-ാം രാവിലായിട്ട് നാളത്തെ പകൽ പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമായ നോമ്പനുഷ്ഠിച്ച് നാളത്തെ രാവിലെ ഇൻഷാ അള്ളാഹ് വീണ്ടും കണ്ടുമുട്ടാം. നാഥനായ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഈടീവനും കുടുംബത്തിനും വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും എന്നും ഉണ്ടാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളുടെ കവാടങ്ങളും തുറന്നു കിട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.